ഇടിഞ്ഞും തകർന്നും കിടക്കുന്ന യെരുശലേമിന്റെ മതിൽ പണിയാനുള്ള നിയോഗം ഏറ്റെടുത്തത് നെഹമ്യാവാണ്. കൊട്ടാരത്തിലെ ജോലിക്കാരനായിരുന്നിട്ടും യെരുശലേമിന്റെ മതിൽ പൊളിഞ്ഞുകിടക്കുന്നു എന്ന് കേട്ടപ്പോൾ അത് പണിയാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. തന്നോടൊപ്പം പലരും ചേർന്ന് നിന്നു, പലരെയും ചേർത്ത് നിർത്തി. ഒരു കൈയിൽ ആയുധം വേന്തി മറുകൈ കൊണ്ട് പണികൾ തീർത്തു. എന്നാൽ നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഒരു വാക്യം ഇപ്രകാരം കാണുന്നു: എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. നെഹമ്യാവ് യെരുശലേം ദേവാലയത്തിന്റെ തീവന്ത് പൊളിഞ്ഞുകിടന്ന മതിലുകളെ പണിയുമ്പോൾ അന്നത്തെ ശ്രേഷ്ഠന്മാർ, അല്ലെങ്കിൽ അന്നത്തെ റിച്ച് ആയിരിക്കുന്ന മിടുക്കന്മാരായിരിക്കുന്ന ആളുകൾ പലരും പങ്കാളിയായില്ല എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നു, ദെയർ നോബിൾ ഡിഡ് നോട്ട് സപ്പോർട്ട് ദി വർക്ക് ഓഫ് ദെയർ മാസ്റ്റേഴ്സ്. മാന്യരായിരിക്കുന്ന പണമുണ്ടെന്ന് പറയുന്ന പലരും ആ വേലയെ സഹായിച്ചില്ല. എന്തിനാണ് നെഹമ്യാവ് മതിൽ പണിയാൻ തീരുമാനിച്ചത്? മതിൽ പൊളിഞ്ഞു കിടന്നാൽ അന്യർ അകത്ത് കയറും. അതെ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം കുടുംബങ്ങൾക്ക് ചുറ്റും മതിൽ പണിയുക, വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഒരു മതിൽ പണിയുക. ഈ ഒരു ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. ശത്രു അകത്തേക്ക് കയറാതെ, നമ്മുടെ മുന്തിരിത്തോട്ടത്തിലേക്ക് കുറുക്കന്മാർ കയറാതിരിക്കാൻ ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് നെഹമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഒറ്റയ്ക്ക് പണി ചെയ്യാൻ മുന്നോട്ടിറങ്ങുക. താൻ പ്രതീക്ഷിച്ച ആളുകൾ ആരും തന്നോടൊപ്പം പണിയിൽ ചേർന്ന് നിന്നില്ല, സഹായിച്ചില്ലെന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്തും ഇത് വലിയൊരു പരാജയമായി നാം കാണുന്നുണ്ട്. കഴിവുള്ള, പണമുള്ള, മിടുക്കന്മാരായ, സാമർഥ്യമുള്ള, നോബിളെന്ന് നമ്മൾ പറയുന്ന പല ആളുകളും മാറി നിൽക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. നമ്മുടെ ചുറ്റും സമൂഹം പൊളിഞ്ഞു കിടക്കുമ്പോൾ, സഭകൾ പൊളിഞ്ഞു പോകുമ്പോൾ, കുടുംബങ്ങൾ പൊളിഞ്ഞു പോകുമ്പോൾ ഈ ദൗത്യം ഏറ്റെടുക്കാൻ ദൈവം നെഹമ്യാവന്മാരെ നോക്കുകയാണ്. ഒപ്പം നെഹമ്യാവിനോട് ചേർന്ന് നിൽക്കാൻ ശ്രേഷ്ഠന്മാരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാർ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ മുൻപോട്ട് പോകത്തുള്ളൂ. ശ്രേഷ്ഠന്മാരായ പല ആളുകളും ഈ നെഹമ്യാവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാതിരുന്നപ്പം, നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് എടുത്തു പറയുന്നു. സബായിയുടെ മകൻ ബാരൂക്ക് മറ്റൊരു ഭാഗം വരെ ജാഗ്രതയോടെ അറ്റകുറ്റം തീർത്തു എന്ന് പറയുന്നു. ജാഗ്രതയോടെ എന്ന വാക്ക് ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിൽ സെലസ്ലി റിപ്പയർഡ് എന്നാണ് പറയുന്നത്. പല ആളുകളും ഉഴപ്പരും മടിയരും അലസരുമായി മാറിയപ്പോൾ, പല ശ്രേഷ്ഠന്മാരും നോബിൾ എന്ന് പറഞ്ഞവരും ഒക്കെ മാറി നിന്നപ്പോൾ, ബാരൂക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവൻ എലിയാശാബിന്റെ വീട് വാതിൽ മുതൽ മറ്റേ ഭാഗം വരെ മതിലിന്റെ അറ്റകുറ്റപ്പണി തീർത്തു എന്ന് പറയുന്നു. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ കൃത്യതയോടെ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളൊരു വീട്ടുനാഥയായിരിക്കും. നിങ്ങളുടെ വീടിന് ചുറ്റും മതിൽ തീർക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ദൗത്യം നിങ്ങൾക്കുണ്ട്. ഒരു മതിൽ തീർക്കുന്ന ദൗത്യം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. അത് നിങ്ങൾ ജാഗ്രതയോടെ ചെയ്യണം. അത് എരിവോടെ ചെയ്യണം, തീഷ്ണതയോടെ ചെയ്യണം, ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യണം. ജാഗ്രത എന്ന വാക്കിന് നിങ്ങൾക്ക് ഏതർത്ഥം വേണമെങ്കിലും കൊടുക്കാം. ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ കഴിയുന്നവരെ ദൈവം നോക്കുക. സമൂഹത്തിന് മതിൽ പൊളിഞ്ഞു കിടക്കുക. മദ്യപാനവും മയക്കുമരുന്നും പാൻ മസാലയും ഡ്രഗ്സും ഒക്കെ പിടിമുറക്കുമ്പോൾ, ധാർമ്മിക അധപ്പതനം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ജാഗ്രതയോടെ പണിയാൻ കഴിയുമോ? തലമുറകളെ പണിയാൻ, വ്യക്തികളെ പണിയാൻ, സമൂഹത്തെ പണിയാൻ ഒരു ദൗത്യം ഏറ്റെടുത്താൽ അത് ഏറ്റവും അനുഗ്രഹമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് നെഹമ്യാവിൻ്റെ കൂടെ ജാഗ്രതയോടെ പണിത ബാരൂക്കിനെയാണ്. ഈ കാലത്തും ദൈവം നോക്കുന്നത് ഇതുപോലെയുള്ള ചില ബാരൂക്കുമാരെയാണ്. പണിയാൻ വേണ്ടി എഴുന്നേറ്റ് പണിയാൻ. അതെ, മടിയും അലസതയും കളഞ്ഞ് എഴുന്നേറ്റ് പണിയാം. നമ്മളാലാവുന്നത്, നമുക്ക് കഴിയുന്നത് ചെയ്താൽ മതി. നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്യണം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0980221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.